ആദ്യം നമുക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. ആ ദിവ്യ, രാജു, റോഹനും, അങ്ങനെ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാമേ. ഇത് അധികകാലം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നാലേ ശരിയാവില്ല. ശത്രുക്കളുടെ എണ്ണം കൂടട്ടടാ. നമ്മുടെ ലക്ഷ്യവും അങ്ങനെ ചെറുതല്ല, വളരെ വലുതാ. അപ്പോ ശത്രുക്കളുടെ എണ്ണവും കൂടും. അത് സ്വാഭാവിക. പോരാടാൻ ഒരു സ്പിരിറ്റ് നിനക്കുണ്ടായാ മതി. മാഡം പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്കും തോന്നിയതാ. ഇപ്പോ നമ്മൾ തമ്മിൽ തന്നെ എത്ര നാളത്തെ പരിചയമുണ്ട്? എന്നിട്ടും നമ്മൾ രണ്ടുപേരില് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്യണമെന്ന് പറയുകയോ വാശി പിടിക്കുകയോ ചെയ്തിട്ടില്ല. അതിനെ പരസ്പരം മനസ്സിലാക്കൽ എന്നൊക്കെ പറയും. ഏതൊരു റിലേഷൻഷിപ്പിലായാലും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബന്ധം പേരിന് മാത്രമേ ആവുള്ളൂ. ആ ബന്ധത്തിന് ഒരു ആത്മാവില്ലാതായി പോവും. അത് മാത്രമല്ല മാഡം, റോഹന്റെ ക്യാരക്ടർ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്തായാലും മാഡത്തിന്റെ ജീവിതത്തിൽ കയറിയിട്ടുള്ള അവന്റെ ഭരണം നമുക്കത് അവസാനിപ്പിക്കാം. അതിനെന്തെങ്കിലും ഒരു വഴി ഉടനെ നമുക്കുണ്ടാക്കാം. മാഡം വിഷമിക്കണ്ട. എനിക്കറിയാം രാജു. രാജു എന്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് രാജുവിനെ. കാരണം എന്നെ മനസ്സിലാക്കുന്നത് രാജു മാത്രം. എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയുന്നതും അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരാൻ ശ്രമിക്കുന്നതും രാജുവാ. ആ രാജുവിനോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറയാ, അച്ഛനൊരു നിഷ്കളങ്കനാ. അതുകൊണ്ട് തന്നെ അച്ഛനെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ റോഹന് കഴിയും. അതിന് രാജു അനുവദിക്കരുത്. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം പോലും റോഹൻ അച്ഛനോട് പറയാൻ പാടില്ല. അത് രാജു വേണം ശ്രദ്ധിക്കാൻ. അവൻ ആദ്യം ശ്രമിക്കുക രാജുവിനെ അച്ഛനിൽ നിന്നും അകറ്റാനായിരിക്കും. അതിനൊരിക്കലും രാജു ഇട കൊടുക്കരുത്. അച്ഛന്റെ മനസ്സിലെ രാജുവിന്റെ സ്ഥാനം എന്നും രാജു നിലനിർത്തണം. രാജു അല്ലാതെ മറ്റാരും അച്ഛന്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല. കാരണം എല്ലാവരും രാജുവിനെ പോലെയല്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ അച്ഛനെ ചതിച്ചേക്കാം. പക്ഷെ രാജു അങ്ങനെ ചെയ്യില്ല. അതെന്റെ ഉറപ്പാ. വെറുതെ അല്ല, നീ ഇത് കണ്ടോടി. എന്താ വേണോട്ടാ? രാജുവിന്റെ ജാതകത്തില് രാജയോഗമുണ്ട്. പക്ഷേ ഇപ്പോ ശനിയുടെ അപകാരം ഉള്ളതുകൊണ്ടാ നമ്മൾ പറയുന്നതൊന്നും അവൻ കേൾക്കാത്തത്. അതാ കൃത്യമായ ഒരു തീരുമാനം മാഡത്തിന്റെ കാര്യത്തിൽ എടുക്കാൻ പോലും പറ്റാത്തത്. അത് ശനിയുടെ അപഹാരം കൊണ്ടൊന്നും അല്ല. നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, നല്ല ഉപദേശങ്ങൾ കൊടുത്തു കൊടുത്ത് നിങ്ങൾ അവനെ ഒരുപാട് നന്നാക്കി. അത് തന്നെയാ പ്രശ്നം. അല്ലാതെ ശനിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളെ വേണം കുറ്റം പറയാൻ. നിങ്ങൾ ആ പഞ്ചാംഗത്തിലെ രതിക മോളുടെ ജാതകം ഒന്ന് നോക്കിയേ. നോക്കട്ടെ. എടീ, ഋതിക മാഡത്തിന് നല്ല സമയമാണ്.
ആ, മാഡത്തിന്റെ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറുകയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന മാസങ്ങളാണ് മുന്നോട്ട് വരാൻ പോണത്. കൃതിക മാഡത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലടി. രാജുവിന്റെ ജാതകത്തിലെ പ്രശ്നങ്ങൾ തന്നെയാ. ആ, അതിന് ക്ഷേത്രത്തിൽ തന്നെ പോണം. അതും ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ തന്നെ പോണം. രാജുവിന് വേണ്ടി പൂജ കഴിക്കണം. ശനിദോഷം ഒന്ന് മാറട്ടെടി. അളിയന്റെ ശനിദോഷം മാറണമെങ്കിലേ അളിയെ രമ്യ കെട്ടിയാ മതി. അളിയന് വരുന്ന എല്ലാം ലോട്ടറികളാ. പക്ഷെ അളിയ ഇതിനൊന്നും സമ്മതിക്കത്തുമില്ല. ഇനി അളിയന് സന്യാസ ജീവിതം വല്ലതും ഉണ്ടെന്നും കൂടെ നോക്കച്ചാ ജാതകത്തില്. അവന്റെ ഭാവി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നീ എന്തിനാ അതിനെപ്പറ്റി വിഷമിക്കണേ? വിധിയെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില മാരണങ്ങൾ വന്നു കയറാൻ തീരുമാനിച്ച അത് വന്നു കയറിയിരിക്കും. അത് നമ്മുടെ തലയിൽ കയറിയിരിക്കുകയും ചെയ്യും. ഓ, ആ, അതിനെന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ മാരണം ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, അച്ഛന്റെ അഭിപ്രായമെല്ലാം മാറിക്കോളും. ആ, ഞാൻ പറയുന്ന അളിയെ കേൾക്കുകയാണെങ്കിൽ അളിയന് നല്ലതേ ഉണ്ടാവും. ഉം. അളിയന് നല്ലതുണ്ടായാ നമുക്ക് എല്ലാവർക്കും നല്ലതുണ്ടാവും. ആ, ഞാൻ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി പറയുമ്പോ നമ്മളെല്ലാവർക്കും മാറണാണല്ലോ. ആയിക്കോട്ടെ. ജയ, നീ നിർത്ത്. നീ ഇങ്ങനെ പറഞ്ഞു എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ?